ഹായ്, നമ്മൾ ഇന്ന് പഠിക്കുന്നത് ലോജിക് ഗേറ്റ്സ് ആണ്. ലോജിക് ഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ സിസ്റ്റത്തിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. ഓരോ ലോജിക് ഗേറ്റ്സിനും ഒന്നിൽ കൂടുതൽ ഇൻപുട്ട് വാല്യൂ ഉണ്ട്. ഒന്നിൽ കൂടുതൽ ഇൻപുട്ട് വാല്യൂസ് ഉണ്ടാവും. ഓൺലി വൺ ഔട്ട്പുട്ടേ ഉണ്ടാവുള്ളൂ. ഈ ഒരു ഇൻപുട്ടും ഔട്ട്പുട്ടും എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ടും തമ്മിലൊരു ലോജിക്കായിട്ട് കണക്ഷൻ ഉണ്ടാവും. ഒരു ലോജിക്കായിട്ടുള്ളൊരു റിലേഷൻ ഉണ്ടായിരിക്കും. അതേപോലെ നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ട് ക്രിയേറ്റ് ചെയ്യുമ്പം ഒന്നിൽ കൂടുതൽ ലോജിക് ഗേറ്റ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിനകത്ത് നമ്മൾ കൊടുക്കുന്നത് ഒന്നിൽ കൂടുതൽ ഇൻപുട്ട് കൊടുത്ത് അവസാനം ഔട്ട്പുട്ട് ഒറ്റ വാല്യൂ ആയിരിക്കും. ഓക്കെ, നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം മെയിൻലി 7 ലോജിക് ഗേറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനകത്ത് ബേസിക് ലോജിക് ഗേറ്റ് എന്ന് പറഞ്ഞാൽ 3 ആണ്. അത് ഏതൊക്കെയാന്ന് വെച്ചാൽ ആൻഡ്, ഓർ, അതേപോലെ നോട്ട്. ആൻഡ്, ഓർ, നോട്ട് ആണ് ബേസിക് ആയിട്ടുള്ള ലോജിക് ഗേറ്റ്സ്. ബാക്കിയുള്ള 5 എന്ന് പറഞ്ഞാൽ ഈ ആൻഡ്, ഓർ, നോറിന്റെ കോമ്പിനേഷൻസ് ആണ്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം തന്നെ ആൻഡ് പഠിക്കാം. ആൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പം രണ്ട് ഇൻപുട്ട് വാല്യൂസ് ഉണ്ട്, എ ആൻഡ് ബി. അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എ ഡോട്ട് ബി ആണ്. അപ്പം നമുക്ക് 0 വരുമ്പോൾ 0 തന്നെ വരും. 0 ആൻഡ് 1 വരുമ്പോൾ 0 വരും. 1 വരുന്ന സമയത്ത് മാത്രം 1 വരും. ഇതൊരു എ ആൻഡ് ബിയുടെ 0-1 ബൈനറി ആയിട്ടുള്ള 0-1 കോമ്പിനേഷൻ എടുക്കുക. അപ്പം വരുന്ന 0-ഉം 1-ഉം വരുന്ന രണ്ട് വാല്യൂസ് ഉണ്ട്. അതിൽ ബി വരുന്നത് 0-1 വരുന്ന രണ്ട് വാല്യൂസ് ഉണ്ട്. സോ റിപ്പീറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് 4 കോമ്പിനേഷൻ ആണ് കിട്ടുക. ഓക്കെ, ട്രൂത്ത് ടേബിൾ അവൈലബിൾ ആണ്, ഒന്ന് നോക്കിയാൽ മതി. ദെൻ ഓർ ഗേറ്റ് എന്ന് പറയുമ്പം അഡിഷൻ ആണ്, എ ഓർ ബി എന്നാണ് അർത്ഥം. അപ്പം നമുക്ക് 0-0 വരുന്ന സമയത്ത് മാത്രം 0 വരും. 0-1 ആയാലും 1-0 ആണെങ്കിലും 1-1 ആണെങ്കിലും 1 ആയിരിക്കും വരിക. അതേപോലെ നോട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കറന്റ് എയുടെ വാല്യൂ ട്രൂ ആണെങ്കിൽ ഫോൾസ് കൊടുക്കുക, ഫോൾസ് ആണെങ്കിൽ ട്രൂ കൊടുക്കുക. അതായത് 0 ആണെങ്കിൽ 1 കൊടുക്കുക, 1 ആണെങ്കിൽ 0 കൊടുക്കുക. അപ്പോൾ ട്രൂ ആൻഡ് ഫോൾസ് പറയുമ്പോൾ ട്രൂ എന്ന് പറയുന്നതാണ് 1, ഫോൾസ് എന്ന് പറയുന്നതാണ് 0. ഓക്കെ, ദെൻ നാൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻഡിനെ നോട്ട് ചെയ്യുന്നതാണ്. ആദ്യം ആൻഡ് ഓപ്പറേഷൻ ചെയ്യും, ദെൻ അതിനെ നോട്ട് ചെയ്യും. ഓക്കെ, ആൻഡ് ഓപ്പറേഷൻ ചെയ്യും, ദെൻ നോട്ട് ചെയ്യും. അതായത് എ ഇൻറ്റു ബി ബാർ. അപ്പം എ ഇൻറ്റു ബിയുടെ ഔട്ട്പുട്ട് നമുക്കറിയാലോ, ആ ഔട്ട്പുട്ടിനെ നോട്ട് ചെയ്യുക. ഓക്കെ, അതായത് ഇപ്പം നമുക്ക് എ ഇൻറ്റു ബി, അതായത് 0 × 0 0 നോട്ട് ചെയ്യുമ്പോൾ 1 വരും. 0 × 1 0 അഗൈൻ നോട്ട് ചെയ്യുമ്പോൾ 1 വരും. ദെൻ 1 × 0 0 നോട്ട് ചെയ്യുമ്പോൾ 1 വരും. 1 × 1 1 നോട്ട് ചെയ്യുമ്പോൾ 0 വരും. അതിന്റെ സിമ്പിൾ ഇതാണ് നാൻ ഗേറ്റിൻ്റെ. ഈ ഒരു 0 പോലത്തെ, അതായത് ഇതാണ് നോട്ട് എന്ന് പറയുന്നത്. ഈ ഒരു നോട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആൻ ഗേറ്റ് ആയിരിക്കും. അത് ഈ നോട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് ഇത് നാൻ ഗേറ്റ് ആയിട്ട് മാറിയത്. ഓക്കെ, മാത്തമാറ്റിക്കൽ ഇംപ്ലിമെന്റേഷൻ സിമ്പിൾസ് ആണ് ഇത്. ദെൻ നോർ ഗേറ്റ് എന്ന് പറയുമ്പം ഓർ പ്ലസ് നോട്ട് ആണ്. ആ ഗേറ്റ് സിമ്പിൾ ഇങ്ങനെയാണ്. അത് എ പ്ലസ് ബി ചെയ്യുക, ദെൻ അതിന്റെ നോട്ട് എടുക്കുക. സോ ഇവിടെ നമുക്ക് 0 + 0 0 ആണ്, നോട്ട് ചെയ്യുമ്പോൾ 1 വരും. അതർ വാല്യൂസ് എല്ലാം നോട്ട് ചെയ്യുമ്പോൾ എ പ്ലസ് ബി എടുക്കുമ്പോൾ 1 ആണ്, അത് നോട്ട് ചെയ്യുമ്പോൾ 0 ആവും. ഓക്കെ, ഇതാണ് ആ ഒരു സിമ്പിൾ. നോർ ഗേറ്റിന്റെ സിമ്പിൾ ഇതാണ്. ദെൻ എക്സോർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ എ അല്ലെങ്കിൽ ബി വാല്യൂ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ, അല്ലാതെ എ ഓർ ബി അല്ല, എയുടെ വാല്യൂ അല്ലെങ്കിൽ ബിയുടെ വാല്യൂ മറ്റേ വാല്യൂ ഉണ്ടാവാൻ പാടില്ല. അതാണ് കോമ്പിനേഷൻ. അതായത് എ ബി ബാർ പ്ലസ് ബി ബാർ എ, അതായത് എ ഉണ്ട് ബി ഇല്ല, ഒന്നെങ്കിൽ എ ഇല്ല ബി ഉണ്ട്. അപ്പൊ അല്ലെങ്കിൽ ഒന്ന് മാത്രം പ്രസന്റ് ആവാവുള്ളൂ. ആ ഒരു കണ്ടീഷനാണ് എക്സോർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ. അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന അതിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ സ്റ്റെപ്പാണിത്. എയുടെയും ബിയുടെയും എക്സോർ ചെയ്ത് നോട്ട് കൊടുത്തിട്ട് എയുടെയും ബിയുടെയും ഒരു ലെഗ് നോട്ട് കൊടുക്കും, മറ്റു രണ്ട് ലെഗ് പോസിറ്റീവായിട്ട് തന്നെ കൊടുക്കും. അതായത് കണക്ഷൻ കൊടുത്തിട്ട് ആൻഡ് വിടും, ദെൻ അത് എക്സോർ ആക്കി വിടും. അപ്പൊ നമുക്ക് എ എക്സോർ ബി എന്ന് വെച്ചാൽ എ ഓർ ബി പ്ലസ് എ ബാർ ബി. ഓക്കെ, എ നോട്ട് ബി പ്ലസ് എ ബാർ ബി ആണ് നമുക്ക് എക്സോർ ഗേറ്റ് എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കോമ്പിനേഷൻ മാത്രമേ 1 വരുള്ളൂ. അതായത് 0-1 ആൻഡ് 1-0 മാത്രമേ എക്സോർ ഗേറ്റിൽ 1-1 വരും. ഇതിന്റെ നോട്ട് ഗേറ്റ് ആണ് എക്സ് നോർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടും ഒന്നെങ്കിൽ രണ്ടും ഇല്ല, അല്ലെങ്കിൽ രണ്ടും ഉണ്ട്. ആ ഒരു കണ്ടീഷൻ മാത്രമേ എക്സ് നോർ 1 ആവുള്ളൂ. ഓക്കെ, ഇപ്പം 0-0 വരുന്ന കോമ്പിനേഷനിൽ രണ്ടും ഇല്ല, അപ്പോൾ 1 വരുന്നുണ്ട്. ദെൻ രണ്ട് വാല്യൂ ഉള്ള കണ്ടീഷനിലും 1 വരുന്നുണ്ട്. ഏതെങ്കിലും ഒന്നായി കഴിഞ്ഞാൽ 0 ആയി പോകും. ഇതാണ് എക്സ് നോർ ഗേറ്റ്. അപ്പൊ നമുക്ക് ബേസിക്കലി 7 ഗേറ്റ്സ് ആണ് വരുന്നത്. അതിന്റെ സിമ്പിൾ ഇതാണ് എക്സ് നോറിൻ്റെത്. ഓക്കെ, ഇതിനകത്ത് ഇത് എക്സോർ ഗേറ്റ് ആണ്. ഇത്രയും
എക്സോർ ആണ്. അതിനകത്ത് ഈ ഒരു നോട്ട് കൊടുക്കുമ്പോഴാണ് എക്സ്നോർ ആയി മാറുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു 7 ഗേറ്റ്സ് ആണ് നമുക്ക് മെയിൻലി പഠിക്കാനുള്ളത്. ഇത് വെച്ചിട്ടാണ് ബാക്കി ഗേറ്റ്സ് എല്ലാം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സോ ഇത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. താങ്ക് യു.